ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് ചക്രയാണ് വന്നിട്ടുള്ളത്. ആർക്കേഞ്ചൽ മിഖായേലാണ്. തീർച്ചയായിട്ടും ഇതൊരു എന്താണ്, പ്രണയത്തിൻ്റെ ഇതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, പ്രണയത്തിൻ്റെ പേരിൽ വേർപെട്ട് പോയതായിട്ടുള്ള, അതിൻ്റെ പേരിൽ വേദനിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ തന്നെയാണ് റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നു, ഈ വ്യക്തിക്ക് ഈ ഒരു പ്രണയം ഇപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന തരത്തിലായിട്ടുണ്ട്. അവർക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് യെസ്, അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അവർക്ക് ഒരു തരത്തിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റ് വഴികളിലൂടെ അവർ അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വ്യക്തികളിലൂടെയും ഒക്കെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് അവരുള്ള ശ്രമങ്ങളിലാണ്. അതായത് മറ്റൊരാളിലൂടെ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ റീഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം സ്പിരിച്വൽ പാത്ത് ഒരു ഒരു പ്രത്യേകതയായിട്ട് എല്ലാ റീഡിങ്ങിലും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്പിരിച്വലി അവൈക്കൻഡ് ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിട്ടുണ്ടാവാം. അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരിലും ഈ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു പാത്താണ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഒരു പാത്തിലൂടെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകാം. ഓക്കെ, യെസ്, റിപ്പീറ്റ് ആയിട്ട് അത് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു സക്സസ് ഉണ്ടാവും. മേ ബി നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പോസിറ്റീവ് തോന്നാത്ത രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കാര്യമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും എല്ലാം കണക്റ്റിംഗ് ആണ്. ഈ ഒരു പാത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരു വിക്ടറി ഉണ്ടാവും, ഒരു സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. യെസ്, നമ്മൾ നോക്കുന്നത് പേഴ്സൻ്റെ ഫീലിങ്സ് ആണ്. പക്ഷേ നമുക്കിവിടെ കുറച്ച് യൂണിവേഴ്സിൽ നിന്ന് മെസ്സേജസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിയിലായിരിക്കാം. പക്ഷെ അവർ എല്ലാ രീതിയിലും തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഏത് നിമിഷവും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിങ്ങിലാണ്. ഓക്കെ, യെസ്, അവരുടെ ജീവിതത്തിന് തന്നെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അത്രത്തോളം അവർക്ക് ബാഡ് ഫീലിങ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ,
യെസ്, അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സൺ അതിനായിട്ടുള്ളൊരു ശ്രമങ്ങളിലാണ് ഉള്ളത്. ഓക്കെ, ഏത് തരത്തിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അവർ പലപ്പോഴും അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്ത് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല, ഈ വ്യക്തി ഇങ്ങനെയാണോ, ഈ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ പ്രണയമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിമിഷം മനസ്സിലാക്കുക, ആ വ്യക്തി അവരുടെ മുഖത്ത് ഒരു മുഖംമൂടി ധരിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ ടോട്ടലി എക്സ്പ്രസീവ് അല്ലാത്തൊരു വ്യക്തിയാണ്. അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നു, എക്സ്പെഷ്യലി നിങ്ങളോടുള്ള പ്രണയം. ഓക്കെ, യെസ്, ആ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ സംഭവിക്കും എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി തന്നെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മൊമെൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ വ്യക്തി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ്. എന്ത് തന്നെയായിരുന്നാലും വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. അവരുടെ ജീവിതം ഇത്രയും മനോഹരമാക്കിയത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ്. സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ആൻഡ് യെസ്, ഒരിക്കലും അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും പ്രഷ്യസ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നൊരു പേഴ്സണാണ്. അവരുടെ സന്തോഷം ഇപ്പോൾ അവർ കണ്ടെത്തുന്നത് സ്പിരിച്വൽ വേയിലൂടെയാണ്. ആ ഒരു വേയിലൂടെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് വീണ്ടും നമുക്ക് മെസ്സേജ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാനുണ്ട്. അതിനായിട്ട് അവരുള്ള ശ്രമങ്ങളിലാണ്. ഒരുപാട് തവണ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ അതിലെല്ലാം പരാജയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെയുള്ളൊരു പ്രണയം നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിക്കായിട്ടുണ്ട്. നിങ്ങൾക്കും അതാണ് ആ വ്യക്തിയെ മറക്കാനോ ആ വ്യക്തിയെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ആ വ്യക്തിക്കായിട്ട് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് എന്തൊക്കെ സാഹചര്യമാണ് നിങ്ങളിൽ വന്നിരിക്കുന്നതെങ്കിലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. അതായത് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഓക്കെ, അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്കാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് വളരെയധികം വേദന ആണ് തന്നിട്ടുള്ളതെങ്കിലും ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷമാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളിലും ബോധേഡായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ അവർ പരിഗണിച്ചിരുന്നു. അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം നിങ്ങളെ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ ഫാമിലി അംഗീകരിച്ചു കൊണ്ടുള്ള റിലേഷൻഷിപ്പ് ആവുക എന്നൊക്കെ അവരുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കിപ്പോൾ അതെല്ലാം മാറ്റേണ്ടി വന്നിരിക്കുന്നു. കാരണം അവരൊന്നും ഒരിക്കലും ചേഞ്ച് ആകില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഒരുപാട് പേർക്കും ഈ ഒരു തരത്തിലുള്ള എനർജിയാണ് വരുന്നത്. അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർക്ക് തടസ്സങ്ങളായിട്ടുണ്ടായിരുന്നു. അത് അവർ കൂടുതലായിട്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് നിങ്ങളെ തന്നെ ഗ്രാജുവലി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സൺ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ഉപേക്ഷിച്ചുകൊണ്ട്, എന്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് നോക്കാം. നമ്പർ 18, നമ്പർ 7, നമ്പർ 28, 33, നമ്പർ 22, 19, നമ്പർ 7, 29, 33, നമ്പർ 30, 35, 51, 42, 48, 58, 47. ഈ നമ്പേഴ്സിനൊക്കെയും ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. ആൻഡ് letter P, letter R, letter B, letter E, letter O, letter S, letter A, letter
E, letter R, letter K, letter W, letter M, letter L, letter Z, ലെറ്റർ എഫ്. ഈ ലെറ്റേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം. സോഷ്യൽ വർക്കർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ആൻഡ് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ഗ്രീൻ കളർ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ വൈറ്റ് കളർ, ഡീപ്പ് ബ്ലൂ കളർ, പേർപ്പിൾ കളർ, ബ്ലാക്ക് കളർ, യെല്ലോ കളർ ആൻഡ് റെഡ് കളർ. ഈ കളേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ നഴ്സോ ആവാനുള്ള സാധ്യതയുണ്ട്. പൈസസ്, ലിബ്ര, ക്യാൻസർ, സ്കോർപിയോ, അക്വേറിയസ്, ഏരീസ്, ലിയോ, സജിറ്റാറിയസ് എന്നീ സോഡിയാക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.